ഹായ് ഫ്രണ്ട്സ്, വ്ളോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ വീഡിയോ നോക്കിയാലോ. നല്ല ചിക്കൻ കറിയുടെയൊക്കെ ടേസ്റ്റിൽ നമുക്കൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. ചോറിനും അപ്പത്തിനും ഇടിയപ്പത്തിനും എല്ലാം പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉരുളൻകിഴങ്ങും സബോളയാണ് കേട്ടോ എടുത്തത്. ഇനി നമുക്ക് ഉരുളൻകിഴങ്ങിൻ്റെ സബോളയുടെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഒരു തക്കാളിയും കൂടി എടുത്തായിരുന്നു. അപ്പോൾ എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടിയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നല്ലോണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വച്ചേക്കണ സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അങ്ങനെ എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി സബോളയൊക്കെ ഒന്ന് നല്ലോണം വാട്ടിയെടുക്കാം. അപ്പോൾ സബോളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഇനി സബോളയൊക്കെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സബോളയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണം തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ ചേർത്തത്. തക്കാളിയും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണ വരെ നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികളായിട്ട് ഞാനിവിടെ എടുത്തത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല കൂടിയാണ് കേട്ടോ. പൊടികൾ ചേർത്ത് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണ വരെ ഒരു 5 മിനിറ്റ് നേരത്തോളം നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ചേക്കണ ഉരുളൻകിഴങ്ങും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ആ മസാലയൊക്കെ ഉരുളൻകിഴങ്ങിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടാൻ പാകത്തിന് ഒരു 5 മിനിറ്റ് നേരത്തോളം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നാളികേരം ചേർത്തിട്ടാണ് കേട്ടോ ഇന്ന് കറി വെക്കണത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി നാളികേരം എടുത്തായിരുന്നു. അത് നല്ലോണം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഉരുളൻകിഴങ്ങിലേക്കൊക്കെ ഒന്ന് മസാല പിടിച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് അരച്ച് വെച്ച നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത് കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നില്ല. സബോള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഉരുളൻകിഴങ്ങിലേക്കും കറിയിലേക്കൊക്കെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം തിളപ്പിച്ച് നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലോണം തിളച്ച് നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ.